അടുത്ത പ്രോബ്ലം SSLC 2017 ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. The equation of a circle in a plane is x minus 2 the whole square plus y minus 3 the whole square is equal to 25. Write the coordinates of the center of the circle. What is its radius? Is 5, 7 a point on the circle? Write the coordinates of the point at which the circle cuts the x-axis. x minus 2 the whole square plus y minus 3 the whole square is equal to 25. ഒരു വൃത്തത്തിന്റെ സമവാക്യമാണ്. വൃത്തകേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ എഴുതുക. ആരമെന്ത് 5, 7 എന്ന ബിന്ദു ഈ വൃത്തത്തിൽ തന്നെയാണോ? ഈ വൃത്തം x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇക്വേഷൻ ഇവിടെ തന്നു. എന്താ ഇക്വേഷൻ തന്നെ? x minus 2 the whole square plus y minus 3 the whole square is equal to 25 എന്നാണ് ഇക്വേഷൻ തന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് വേണം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയ സെന്റർ കണ്ടുപിടിക്കാൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയ റേഡിയസ് കണ്ടുപിടിക്കാൻ. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തത് സെന്ററും റേഡിയസും കിട്ടിയിട്ട് ഇക്വേഷൻ എഴുതുക ചെയ്തത്. അപ്പൊ അത് പ്രത്യേക ഓർമ്മ വേണം. എങ്ങനെയാണ് റേഡിയസും സെന്ററും ഉപയോഗിച്ച് നമ്മൾ സർക്കിൾ എഴുതിയത്? എങ്ങനെയാണ്? സെന്റർ AB ആണെങ്കിൽ റേഡിയസ് R ആണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? x minus a the whole square plus y minus b the whole square is equal to r square ആണ്. അപ്പൊ ഇവിടെ ആ രൂപത്തിൽ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ എങ്ങനെയാ വരിക? എക്സ് കഴിഞ്ഞിട്ട് മൈനസും കഴിഞ്ഞിട്ട് ഏതാണോ വരുന്നത് അതാണ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ. വൈയും കഴിഞ്ഞ് മൈനസും കഴിഞ്ഞിട്ട് ഏതാണോ വരുന്നത് അതാണ് y കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ. കറക്റ്റ് ആയിട്ട് നോക്കിയോ. എ ബി, എ എന്താ? എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 2, ബിയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 3. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് ആൻസർ കിട്ടി. സെന്റർ എന്താണ്? 2, 3 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഡിയസ് എന്താണ്? റേഡിയസ് ഏതാ? റൈറ്റ് സൈഡിലാണ്. r സ്ക്വയർ ആണ് 25. അപ്പൊ റേഡിയസ് എന്താ? r സ്ക്വയർ 25 ആണെങ്കിൽ r എന്തായിരിക്കണം? 5 ആയിരിക്കും. സോ റേഡിയസ് നമുക്ക് എഴുതാം 5 എന്ന്. ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് 5, 7 എ പോയിന്റ് ഓൺ ദ സർക്കിൾ? 5, 7 എന്ന ബിന്ദു ഈ വൃത്തത്തിൽ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റ് സർക്കിളിൽ ഉണ്ടെങ്കിൽ ആ പോയിന്റ് സർക്കിളിന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. 5, 7 എന്ന പോയിന്റ് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് 5 എന്ന എക്സ് കോർഡിനേറ്റ് എക്സിന് പകരം ഇക്വേഷനിലെ എക്സിന് പകരം കൊടുക്കുക. 7 എന്ന വൈ കോർഡിനേറ്റ് ഇക്വേഷനിലെ വൈക്ക് പകരം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം 25 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടുവാണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു, കിട്ടിയില്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം 5, 7 ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കും, കാരണം എക്സ് കോർഡിനേറ്റ്. അപ്പൊ 5 minus 2 the whole square പ്ലസ് വൈയുടെ സ്ഥാനത്ത് 7 കൊടുക്കും. 7 minus 3 the whole square. ഇത് കണ്ടുപിടിക്കണം. ഇത് 25 എന്ന് പറഞ്ഞ് എഴുതരുത്. ഇത് 25 ആണോ എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ 5 minus 2 എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 7 minus 3 എത്രയാണ്? 4 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്. 4 സ്ക്വയർ 16 ആണ്. 9ഉം 16ഉം കൂട്ടിയാൽ എത്ര കിട്ടി? 25 കിട്ടിയല്ലോ. അങ്ങനെയാകുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore 5, 7 satisfies equation of circle. Therefore 5, 7 is a point on the circle. അപ്പൊ നമുക്കിതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്ത് നോക്കേണ്ടി വന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ ഈസ് 5, 7 എ പോയിന്റ് ഓൺ ദ സർക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ മാതിരി. ഈസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എസ് അല്ലെങ്കിൽ നോ ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? യെസ്. 5, 7 ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. ഇനി വേറൊരു കാര്യം, ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല. എങ്ങനെയത് കണ്ടുപിടിക്കാൻ അറിയില്ല. ഇത് അറിഞ്ഞിരിക്കണം. ഇനി ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നു, ഈസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. സോ അങ്ങനെയാണെങ്കിൽ 50-50 ചാൻസ് ആണ്. ഒന്നുകിൽ എസ് എന്ന ആൻസർ എഴുതാം, അല്ലെങ്കിൽ നോ എന്ന ആൻസർ എഴുതാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ പകുതി ചാൻസ് ആണ് നമുക്ക് മാർക്ക് കിട്ടാനുള്ളത്.
ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കേണ്ട മെത്തേഡാണ് പറഞ്ഞ ആ രീതിയിൽ തന്നെ പഠിക്കും. ഡി പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട്സ് ദ എക്സ് ആക്സിസ്നോ കട്ട്സ് ദ വൈ ആക്സിസ്നോ വന്നാൽ എക്സ് അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു അല്ലെങ്കിൽ വൈ അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു എന്ന് ചോദിച്ചാൽ, അപ്പൊ എക്സ് അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു അല്ലെങ്കിൽ കട്ട്സ് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ എടുക്കണം? x0 എന്ന് എടുക്കണം. വൈ അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു ചോദിച്ചാലോ 0y എന്ന് പറഞ്ഞ് എടുക്കണം. ഓക്കെ, ലെറ്റ് x0 ബി ദ പോയിന്റ്. x0 സർക്കിളിലെ പോയിന്റ് ആണ്. സർക്കിള് ആ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സർക്കിളിലെ പോയിന്റ് ആണ് ആ പോയിന്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ് എന്തിനെ സാറ്റിസ്ഫൈ ചെയ്യും? സർക്കിളിന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ x0 satisfies equation of circle. ഇക്വേഷൻ ഓഫ് സർക്കിൾ എടുക്കാം. അതിനകത്ത് എക്സിന് പകരം എക്സ് തന്നെ കൊടുക്കുക, വൈക്ക് പകരം 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. എന്ത് കിട്ടും? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. എക്സ് മാറ്റം വരുത്തിയില്ല, എക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ വൈ മാറും. വൈ കോർഡിനേറ്റ് എന്താ? 0 ആണ്. അപ്പോൾ പ്ലസ് 0 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ഓക്കെ, അങ്ങനെയാവുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 3 എന്താ? -3 ആണ്. -3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ എന്താ? 9 ആണ്. 9 ഇസ് ഈക്വൽ ടു 25. അപ്പോൾ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്താവും? 25 മൈനസ് 9 ആവും. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്താവും? 16 ആവും. അപ്പോൾ എക്സ് മൈനസ് 2 എന്താവും? എക്സ് മൈനസ് 2 എന്താവാം? +4 ആവാം, -4 ആവാം. 4ന്റെ സ്ക്വയർ ആണ് 16, -4ന്റെ സ്ക്വയർ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ +4 മൈനസ് √16 എഴുതണം. ഓക്കെ, വെറുതെ √16 എഴുതിയ പോസിറ്റീവ് വാല്യൂ എന്ന് മാത്രമാണ് അർത്ഥം. അപ്പോൾ √16 സാധാരണ കുട്ടികൾ എഴുതുന്ന കണ്ടിട്ടുണ്ട്. √16 എഴുതും, എന്നിട്ട് +4 -4 എന്ന് എഴുതും. ഇത് തെറ്റാണ് കേട്ടോ. ഇനി വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്. ശ്രദ്ധിക്കുക, √16 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് വാല്യൂ എഴുതണമെങ്കിൽ റൂട്ടിന്റെ മുന്നിൽ എന്തിട്ടോളാം? +or മൈനസ് എന്ന് ചേർത്തോളാം. അപ്പൊ എന്തുവരും? +or മൈനസ് 16ന്റെ വാല്യൂ എത്രയാണ്? √16 എത്രയാണ്? 4. നമുക്ക് എക്സ് മൈനസ് 2 ഈക്വൽ ടു +or മൈനസ് 4 എന്ന് കിട്ടും. അങ്ങനെ വന്ന് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു +4 എഴുതാം. പിന്നെ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു -4 എന്ന് എഴുതാം. ഇതിന്റെ അർത്ഥം എന്താ? 2 വാല്യൂ എക്സിന് കിട്ടും എന്ന് പറഞ്ഞാൽ സർക്കിൾ എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യും. ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇങ്ങനെ പോകും, 2 പോയിന്റിനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തുവരും? എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 4 വന്നാൽ എക്സ് എന്താ വരിക? 6. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു -4 വന്നാൽ എക്സ് എന്ത് വരും? -4 + 2 എന്നാ വരും. അതായത് എക്സ് ഈക്വൽ ടു എന്ത് വരും? -2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പോയിന്റ്സ് എഴുതാം. പോയിന്റ്സ് ആർ 2 പോയിന്റ് ഉണ്ട്. എക്സിന് 2 വാല്യൂ കിട്ടിയാൽ പോയിന്റ്സ് എഴുതണം. പോയിന്റ്സ് ആർ എക്സിന്റെ സ്ഥാനത്ത് 6 കൊടുത്തിട്ടുള്ള പോയിന്റ് എഴുതണം, -2 കൊടുത്തിട്ടുള്ള പോയിന്റ് എഴുതണം. അപ്പൊ ഏതൊക്കെയാ വരിക? 6 0 ആൻഡ് -2 0. SSLC 2017 ചോദിച്ച 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, draw coordinate axis and mark the point 2, 4. Draw the circle of radius 4 units centered at the above point. Find the coordinates of the point at which the circle touches the x-axis. C. Calculate the coordinates of the points at which the circle cuts the y-axis. സൂചകാക്ഷങ്ങൾ വരച്ച് 2, 4 എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദു കേന്ദ്രമായി 4 യൂണിറ്റ് ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. ഈ വൃത്തം എക്സ് അക്ഷത്തെ തൊടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഈ വൃത്തം വൈ അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കണക്കാക്കുക. സോ ആദ്യം തന്നെ നമുക്ക് കോർഡിനേറ്റ് ആക്സിസും വരയ്ക്കാം, ഈ പോയിന്റ് മാർക്ക് ചെയ്യുകയും ചെയ്യാം. ആ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 യൂണിറ്റ് റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ആദ്യം കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം. ഓക്കെ, 4 ഭാഗത്തും ആരോ മാർക്ക് ഇടാം. ആക്സിസിന് പേര് കൊടുക്കാം. എക്സ് ഡാഷ് എക്സ്, വൈ ഡാഷ്, ഇത് ഒറിജിൻ. ഓക്കെ,
ഇനി കോർഡിനേറ്റ്സ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് എടുക്കാൻ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 4 5 6 അങ്ങനെ. നെഗറ്റീവ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് വൈ ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് വൈ ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് 2 4 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യണം. എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 4 ആണ്. സോ എക്സ് ആക്സിസിൽ 2 എടുക്കുക, വൈ ആക്സിസിൽ 4 എടുക്കുക. രണ്ട് പോയിന്റ്സും തമ്മിൽ ഈ എക്സ് ആക്സിസിലുള്ള പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ മുകളിലേക്കും വൈ ആക്സിസ് എന്നുള്ള പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ മുകളിലേക്കും വരച്ചാൽ വരുന്ന പോയിന്റ് ആണ് 2 4ന്റെ പൊസിഷൻ. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുമ്പോൾ അത് 2ൽ മീറ്റ് ചെയ്യും. സോ എക്സ് കോർഡിനേറ്റ് 2. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ അത് 4ൽ മീറ്റ് ചെയ്യും. സോ വൈ കോർഡിനേറ്റ് 4. ഓക്കെ, സോ നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഡ്രോ ദ സർക്കിൾ ഓഫ് റേഡിയസ് 5 യൂണിറ്റ്സ് സെന്റേർഡ് അറ്റ് ദ എബോവ് പോയിന്റ്. ഈ ബിന്ദു കേന്ദ്രമായി 4 യൂണിറ്റ് ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 4 സെന്റിമീറ്റർ എടുക്കണം. 4 യൂണിറ്റ്, സെന്റിമീറ്റർ അല്ല 4 യൂണിറ്റ്. നമ്മളിവിടെ സെന്റിമീറ്ററിലാണ്, 1 സെന്റിമീറ്റർ ആണ്, 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് പോയിന്റ്സ് മാർക്ക് ചെയ്തത്. അപ്പൊ സ്കെയിലിൽ 4 യൂണിറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് അല്ലെ, 4 യൂണിറ്റ്സ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് 4 ആണ്. അത് തന്നെയാണ് ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്കുള്ള ലെങ്ത്. സോ ഇനി ഒരു കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഇവിടെ നിന്ന് ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അളന്നെടുക്കുക. അല്ല എങ്കിൽ സ്കെയിലിൽ 4 സെന്റിമീറ്റർ എടുത്താൽ മതി. ബിക്കോസ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന യൂണിറ്റ് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. സ്കെയിലിലെ സെയിം സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ സ്കെയിലിൽ 4 യൂണിറ്റ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. സോ 4 യൂണിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. കറക്റ്റായിട്ട് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത്, സോ എ പാർട്ട് ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, സോ ദിസ് ഇസ് എ പാർട്ട്. Find the coordinates of the point at which the circle touches the x-axis. X-axisനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇത് കറക്റ്റ് മെഷർമെന്റിൽ വരയ്ക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് 2ലൂടെ തന്നെ പാസ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് കിട്ടും. സോ എക്സ് ആക്സിസിന്റെ ഒരൊറ്റ പോയിന്റിലാണ് ഈ സർക്കിൾ ടച്ച് ചെയ്യുന്നത്. സോ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് എഴുതാൻ പറ്റും. ബിയുടെ ആൻസർ 2 0. ഇനി ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണം. നമുക്കറിയാം സർക്കിളിന്റെ ഇക്വേഷൻ വിത്ത് സെന്റർ 2 4 ആൻഡ് റേഡിയസ് 4 യൂണിറ്റ്സ് ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതാം? ഇക്വേഷൻ ഓഫ് സർക്കിൾ with center 2 4 and radius 4 is, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്റർ HKയും റേഡിയസ് Rയുമായ സർക്കിളിന്റെ ഇക്വേഷൻ x minus h the whole square plus y minus k the whole square is equal to r square എന്നാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇവിടെ സെന്റർ എച്ച് കെയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് 2, 4 ആണ്. റേഡിയസ് ആറിന്റെ സ്ഥാനത്ത് നമുക്കുള്ളത് 4 ആണ്. അതായത് എച്ചിന് പകരം 2 എന്നും കെക്ക് പകരം 4 എന്നും ആറിന് പകരം 4 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാൻ കഴിയും. സോ വാട്ട് യു ഗെറ്റ്? എക്സ് മൈനസ് എച്ച് 2 ആണ്. സോ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്ന് പറയുന്നത് 4 ആണ്. y minus 4 the whole square is equal to r square. r എന്ന് പറഞ്ഞാൽ 4 ആണ്. So 4 square. That is x minus 2 the whole square plus y minus 4 the whole square is equal to 16 എന്നാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷൻ. നമുക്കിതിൽ ബിയിൽ ആൻസർ ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് നമ്മൾ എഴുതി, എന്നാൽ അത് കിട്ടാത്ത മീൻസ് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കേസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്നാണ്. നമുക്കറിയാം എക്സ് ആക്സിസിലുള്ള പോയിന്റ്സിന്റെ ഒക്കെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മൾ ജനറൽ ആയിട്ട് ലെറ്റ് എ പോയിന്റ് ബി, ആ പോയിന്റ് നമ്മൾ ജനറൽ ആയിട്ട് x0 എന്ന് എഴുതാം. ഓക്കെ, x0 എന്നതാണ് ആ പോയിന്റ്. കാരണം എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസിലെ പോയിന്റിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ x0 എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിളിലെ പോയിന്റ് ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്. എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എക്സ് കോർഡിനേറ്റ് കൊടുക്കാം, വൈക്ക് പകരം വൈ കോർഡിനേറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ഈ പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് സർക്കിളിന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എക്സിന് പകരം കൊടുക്കാം, വൈ കോർഡിനേറ്റ് വൈക്ക് പകരം കൊടുക്കാം. Therefore നമുക്ക് എന്ത് കിട്ടും? എക്സ് കോർഡിനേറ്റ് എക്സ് തന്നെയാണ്. സോ അവിടെ ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. വൈ കോർഡിനേറ്റ് 0 ആണ്. സോ ഇക്വേഷനിലെ വൈക്ക് പകരം 0 കൊടുക്കും. സോ 0 minus 4 the whole square is equal to 16 എന്ന് കിട്ടും. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആ പോയിന്റ് x0 എന്നെടുത്തതിൽ എക്സിന് കിട്ടുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എക്സ് മൈനസ് 2 the whole square പ്ലസ് 0 minus 4 എന്താ? -4. -4 സ്ക്വയർ, നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. 4ന്റെ സ്ക്വയർ 16 is equal to 16. ഓക്കെ, രണ്ട് സൈഡിലും 16 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എക്സ് മൈനസ് 2 the whole square മാത്രം, റൈറ്റ് സൈഡിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ 0 ഇടണം. എക്സ് മൈനസ് 2 the whole square 0 ആണെങ്കിൽ എക്സ് മൈനസ് 2 എന്താണ്? എപ്പോൾ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 0? 0ന്റെ സ്ക്വയർ ആണ് 0. സോ എക്സ് മൈനസ് 2 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എക്സ്? എക്സ് ഈക്വൽ ടു 2. Therefore പോയിന്റ് ഈസ്, നമ്മൾ പോയിന്റ് എന്താണ് എടുത്തത്? x0 എന്നാണ് എടുത്തത്. എക്സിന്റെ വാല്യൂ ഇപ്പോൾ കിട്ടി നമുക്ക് 2 എന്ന്. സോ പോയിന്റ് ഈസ് 2, 0. കറക്റ്റ് ആയിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് 2, 0 എന്ന് കിട്ടും. അല്ലാതെ ഫിഗർ വരച്ചിട്ട് കണ്ടുപിടിക്കുന്നവര് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാ, ഇങ്ങനെ എഴുതി സമയം കളയണമെന്ന് ഇല്ല. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വായിക്കാം. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ സർക്കിൾ കട്ട്സ് ദ വൈ ആക്സിസ്. ഈ വൃത്തം വൈ അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കണക്കാക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് വൈ ആക്സിസിനെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു വൈ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ വൈ ആക്സിസിനെ 2 പോയിന്റ്സിൽ ഈ ഒരു സർക്കിൾ കട്ട് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ 2 പോയിന്റ്സും വൈ ആക്സിസിലെ പോയിന്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ആ പോയിന്റിനെ 0y എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. വൈക്ക് നമുക്ക് 2 വാല്യൂസ് കിട്ടും. കാരണം ഈ സർക്കിൾ വൈ ആക്സിസിനെ 2 പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് 0y ബി ദ പോയിന്റ്. സർക്കിളിലെ പോയിന്റ് 0y ആണെന്ന് നമ്മൾ എടുത്തു. സോ സർക്കിളിന്റെ ഇക്വേഷൻ ഇതാണ്. 0y സർക്കിളിലെ പോയിന്റ് ആണ് എന്ന് പറഞ്ഞ ദിസ് പോയിന്റ് വിൽ സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ. എക്സിന് പകരം എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള 0 കൊടുക്കാം, വൈക്ക് പകരം വൈ കോർഡിനേറ്റ് ആയിട്ടുള്ള വൈ തന്നെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 2 the whole square, അപ്പോൾ 0 minus 2 the whole square എന്ന് മാറും. പ്ലസ് വൈ തന്നെയാണ് ഇവിടെ. y minus 4 the whole square is equal to 16.
0 മൈനസ് 2 എന്താ -2. -2 സ്ക്വയർ എന്താ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണ് 4 എന്ന് എഴുതിയാൽ മതി. നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ്. സോ 4 പ്ലസ് y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ത് വരും? 16 മൈനസ് 4 ആവും. ഈ +4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -4 ആവും. സോ y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 മൈനസ് 4 എന്താണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ y മൈനസ് 4 എന്താകാം? പ്ലസ് വാല്യൂ ആകാം, മൈനസ് വാല്യൂ ആകാം, √12. ഓക്കെ, y മൈനസ് 4 ഇസ് ഈക്വൽ ടു ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. √12 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. √12 നമുക്ക് 4 into 3 എന്ന് എഴുതാം. സോ പ്ലസ് ഓർ മൈനസ് 4 into √2 ആണ്, 3 into √3. സോ y മൈനസ് 4 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2√3 ആവും. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. y മൈനസ് 4 ഇസ് ഈക്വൽ ടു 2√3 പ്ലസ് വാല്യൂ ആദ്യം എഴുതി. y മൈനസ് 4 ഇസ് ഈക്വൽ ടു മൈനസ് 2√3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? 4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പം 2√3 പ്ലസ് 4 എന്ന് കിട്ടും. y നമുക്ക് റൈറ്റ് സൈഡിലേക്ക് -4 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -4 പോസിറ്റീവ് ആവും. അപ്പൊ -2√3 പ്ലസ് 4 ആവും. അതായത് നമുക്ക് 2 വാല്യൂസ് കിട്ടി. y ഇസ് ഈക്വൽ ടു 4 പ്ലസ് 2√3 എന്നും വരും. y ഇസ് ഈക്വൽ ടു 4 മൈനസ് 2√3 എന്നും വരും. ഓക്കെ, സോ 2 പോയിന്റ്സ് കിട്ടും. Therefore, coordinates of points, 2 പോയിന്റ്സ് ഉണ്ട്. At which the circle cuts the y-axis. Y-axis is 0, yക്ക് 2 വാല്യൂ വന്നു. 2 നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എഴുതാം. 2ലും നമുക്ക് 4 ആദ്യം. ചിഹ്നങ്ങളുടെ മാത്രമേ മാറ്റുള്ളൂ. സോ നമ്മൾ എന്ത് എഴുതിയാൽ മതി? പ്ലസ് ഓർ മൈനസ്. അടുത്തത് 2√3. ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. 4 പ്ലസ് 2√3 ആയിട്ടുള്ള പോയിന്റ് വരും, 4 മൈനസ് 2√3 ആയിട്ടുള്ള പോയിന്റും വരും. അതിന് 2നും ഒരുമിച്ച് നമ്മൾ പ്ലസ് ഓർ മൈനസ് 2√3 എന്ന് എഴുതും.